ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ജോബ് ഹണ്ടറിന്റെ പുതിയൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് നമ്മുടെ ഇന്ത്യയിലെ തന്നെ പ്രമുഖ IT കമ്പനിയായ TCS ടാറ്റ കൺസൾട്ടൻസി സർവീസ് ഇപ്പോൾ സയൻസ് ഗ്രാജുവേറ്റ്സിനായിട്ട് ഒരു ബൾക്ക് ഹയറിംഗ് നടത്തുന്നുണ്ട്. പ്രത്യേകിച്ച് എക്സ്പീരിയൻസോ കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ല. 2025 പാസ് ഔട്ട് ആവുന്ന ഫ്രഷേഴ്സിനെ സംബന്ധിച്ച് ഇത് വളരെ നല്ല ഒരു അവസരമാണ്. സോ 2025 പാസ് ഔട്ട് ആവുന്ന ഫ്രഷേഴ്സ് ആണെങ്കിൽ ദയവായി വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ലാസ്റ്റ് വരെ പ്രത്യേകം ഒന്ന് കാണാൻ ശ്രദ്ധിക്കുക. രണ്ട് പ്രോഗ്രാംസിലൂടെയാണ് ഇതിൻ്റെ സെലക്ഷൻ വരുന്നത്, ഇഗ്നൈറ്റ് ആൻഡ് സ്മാർട്ട്. സോ ഈ രണ്ട് പ്ലാറ്റ്ഫോമിൽ ഈ ഒരു പ്രോഗ്രാമിൽ നിങ്ങൾക്ക് ജോയിനിങ് ലഭിച്ചാൽ, ജോലി ലഭിച്ചാൽ എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്, അതുപോലെ എങ്ങനെയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത്, ഇതിൻ്റെ പാക്കേജ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വരുന്നത്, ഇതിന് എക്സാംസ് ഉണ്ടോ, എക്സാം സെൻറ്റേഴ്സ് എവിടെയൊക്കെയാണ് വരുന്നത്, എന്തൊക്കെയാണ് ഈ ഒരു എക്സാംസിന് ഉണ്ടാവുക, ഈ ഒരു ജോലിക്ക് വേണ്ടിയുള്ള പ്രൈമറി ടെസ്റ്റിൻ്റെ എക്സാംസിന് ഉണ്ടാവുക മുതലായ കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ TCSൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറി നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. സോ അതിലേക്ക് കിടക്കുന്നതിന് മുന്നേ ഒരു കാര്യം കൂടി എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി നിങ്ങൾ എൻ്റെ ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ഇതുപോലുള്ള ലേറ്റസ്റ്റ് വേക്കൻസീസിനെയും റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻസിനെയും കുറിച്ച് പെട്ടെന്ന് അറിയാൻ ദയവായി നിങ്ങൾ ആ ഒരു ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കിടക്കാം. ഞാനിപ്പോൾ ഉള്ളത് TCSൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ തന്നെയാണ്. സയൻസ് ഗ്രാജുവേറ്റ്സ് ബാച്ച് ഓഫ് 2025 സയൻസ് ഗ്രാജുവേറ്റ്സിനാണ് അവർ ഹയർ ചെയ്യുന്നത്. ഓൺലൈൻ വഴിയാണ് നിങ്ങൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത്. രജിസ്ട്രേഷൻ എൻഡ് ഡേറ്റ് വരുന്നത് January 10, 2025 ആണ്. അതേപോലെ നിങ്ങൾക്ക് ഇതിലൊരു ഓൺലൈൻ ടെസ്റ്റ് ഉണ്ടാവുന്നതാണ്. ഓൺലൈൻ ടെസ്റ്റിൽ എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, എന്തൊക്കെ ചോദ്യങ്ങളാണ് വരിക ഒക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം. സോ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കുക. ഓൺലൈൻ ടെസ്റ്റ് ഡേറ്റ് വരുന്നത് February 14, 2025 രണ്ട് സ്ട്രീംസിലാണ് അവരിപ്പോൾ ഹയറിംഗ് നടത്തുന്നത്, ഇഗ്നൈറ്റ് ആൻഡ് സ്മാർട്ട്. സോ ഇതിന് അവർ ചോദിക്കുന്ന എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ, അതായത് ഏതൊക്കെ മേഖലയിൽ നിന്നുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാമെന്ന് നോക്കിയാൽ BCA കഴിഞ്ഞ കാൻഡിഡേറ്റ്സിന് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതുപോലെ BSc, അത് IT, കമ്പ്യൂട്ടർ സയൻസ്, മാത്സ്, ഡാറ്റാ സയൻസ്, സ്റ്റാറ്റിസ്റ്റിക്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ഇലക്ട്രോണിക്സ്, സൈബർ സെക്യൂരിറ്റി, ബയോ കെമിസ്ട്രി കഴിഞ്ഞ കാൻഡിഡേറ്റ്സിനൊക്കെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതുപോലെ BVOC, CS, കമ്പ്യൂട്ടർ സയൻസിലോ IT കഴിഞ്ഞവർക്കൊക്കെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഫ്രം ദ ബാച്ച് ഓഫ് 2025. ഞാൻ പറഞ്ഞു രണ്ട് പ്രോഗ്രാംസിലൂടെയാണ് ഹയർ ചെയ്യുന്നത്. ആദ്യം നമുക്ക് എന്താണ് ഈ TCSൻ്റെ BSc ഇഗ്നൈറ്റ് പ്രോഗ്രാം എന്ന് മനസ്സിലാക്കാം. ബേസിക്കലി ഇതൊരു സയൻസ് ടു സോഫ്റ്റ്വെയർ പ്രോഗ്രാമാണ്. അതായത് സയൻസ് കഴിഞ്ഞ കാൻഡിഡേറ്റ്സിനെ സോഫ്റ്റ്വെയർ മേഖലയിലേക്ക് കൊണ്ടുവരുന്ന ഒരു പ്രോഗ്രാമാണ് ഈ ഒരു BSc ഇഗ്നൈറ്റ് എന്ന് പറയുന്നത്. വൺസ് ഇതിലേക്ക് നിങ്ങൾക്ക് ജോയിനിങ് ലഭിക്കുകയാണെങ്കിൽ ഒരുപാട്, അതായത് ഇൻഡസ്ട്രി എക്സ്പേർട്സിൻ്റെ കൂടെ നിങ്ങൾക്ക് ഇവിടെ വർക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. TCSൻ്റെ ഡയറക്റ്റ് എംപ്ലോയി ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ നിയമനം ലഭിക്കുന്നതാണ്. അതേപോലെ ലേറ്റസ്റ്റ് ടെക്നോളജീസ് ആയ ക്ലൗഡ്, ബ്ലോക്ക് ചെയിൻ, ഡിജിറ്റൽ എഞ്ചിനീയറിംഗ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, റോബോട്ടിക്സിലൊക്കെ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ ഇവിടെ അവസരം ലഭിക്കുന്നതാണ്. അതേപോലെ TCSൻ്റെ തന്നെ ഹയർ എഡ്യൂക്കേഷൻ ഓപ്പർച്യൂണിറ്റീസും നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആണ്. 1 to 2 ഇയേഴ്സിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ആദ്യം എത്രയാണോ സാലറി ലഭിച്ച് അതിൻ്റെ ഒരു 2.5 ടൈംസ് ഗ്രോത്ത് ലഭിക്കുമെന്ന് കമ്പനി തന്നെ ഇവിടെ പറയുന്നുണ്ട്. സോ ബേസിക്കലി ഇതാണ് TCSൻ്റെ ഇഗ്നൈറ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത്. മെയിൻലി ഒരു സോഫ്റ്റ്വെയർ മേഖലയിലുള്ള സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ്, അതേപോലെ ലേറ്റസ്റ്റ് ടെക്നോളജീസിലൊക്കെ വർക്ക് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ ഒരു ഇഗ്നൈറ്റ് പ്ലാറ്റ്ഫോമിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നത്. അടുത്ത് വരുന്നത് TCSൻ്റെ സ്മാർട്ട് പ്രോഗ്രാമാണ്. TCS സ്മാർട്ട് പ്രോഗ്രാമിൽ ബേസിക്കലി നിങ്ങൾ വർക്ക് ചെയ്യേണ്ടി വരുന്നത് ടെക്നോ ഫങ്ഷണൽ റോൾസിലാണ് മെയിൻലി നിങ്ങൾക്ക് വരുന്നത്. സ്മാർട്ട് ഹയർസ് പെർഫോം ടെക്നോ ഫങ്ഷണൽ റോൾസ് ഫോർ അവർ കസ്റ്റമേഴ്സ് അക്രോസ് TCS. ഒരു സപ്പോർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ജോലിയായിരിക്കും നിങ്ങൾക്ക് ഇവിടെ വരുന്നത്. വേരിയസ് പ്രോജക്ട്സ് വരും, അത് എഞ്ചിനീയറിംഗ് പ്രോജക്ട്സ് വരും, ക്വാളിറ്റി അഷുറൻസ് പ്രോജക്ട്സ് വരും, ഡാറ്റ അനലിറ്റിക്സിലൊക്കെ നിങ്ങൾക്ക് ഇവിടെ വർക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ ഇത്രയുമാണ് ഈ രണ്ട് പ്രോഗ്രാമിനെ പറ്റി ബേസിക്കലി പറയാനുള്ളത്. ഇനി ഇതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ അവൈലബിൾ ആണ്. ഡയറക്റ്റ് അതിലേക്ക് പോകരുത്. ഒരു കാര്യം കൂടി നിങ്ങളിവിടെ മനസ്സിലാക്കുക. ആ ലിങ്കിൽ പോയതിന് ശേഷം വൺസ് നിങ്ങൾ ആ ഒരു ലിങ്കിൽ കയറിയാൽ നിങ്ങൾ ഓൾറെഡി അപ്ലൈ ചെയ്ത കാൻഡിഡേറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ഫോർ ഡ്രൈവ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾ ഓൾറെഡി ഫസ്റ്റ് ടൈമാണ് TCSൻ്റെ ഒരു ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുന്നതെങ്കിൽ, TCSലെ ഒരു ജോബിലേക്ക് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ അവിടെ നിങ്ങൾക്ക് കാറ്റഗറി IT, അതായത് ഇതിലേക്ക് കയറുമ്പോൾ IT ആൻഡ് നോൺ IT എന്ന് വരും. അതിൽ IT നിങ്ങൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം വേണം ഈ ഒരു അപ്ലൈ ഫോർ ഡ്രൈവ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഇതിൻ്റെ ഫെർദർ പ്രോസസ്സിലേക്ക് നിങ്ങൾ കിടക്കേണ്ടതായിട്ട്.
ഇതിൽ ഞാൻ പറഞ്ഞു ഒരു ഇൻ സെൻറ്റർ ടെസ്റ്റ് വരും. ടി സി എസിൻ്റെ അയോൺ സെൻറ്റേഴ്സ് ഉണ്ട്. മോസ്റ്റ്ലി നമ്മുടെ കേരളത്തിൽ ഒരുപാട് ജില്ലകളിലൊക്കെ ഈ അയോൺ സെൻറ്റേഴ്സ് അവൈലബിൾ ആണ്. അവിടെ വെച്ച് ടി സി എസ് ഒരു ഓൺലൈൻ ടെസ്റ്റ് നടത്തുന്നതാണ്. സോ ഒരു കാര്യം ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് ആണ്. അതായത് നിങ്ങൾ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജില്ലയിലുള്ള ടി സി എസ് അയോൺ സെൻറ്റേഴ്സിൽ നിന്ന് തന്നെ എക്സാം എഴുതാൻ സാധിക്കുന്നതാണ്. നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ലാസ്റ്റ് ആവുകയാണെങ്കിൽ ഒരുപക്ഷെ നിങ്ങളുടെ ജില്ലയ്ക്ക് പുറത്ത് അല്ലെങ്കിൽ ചിലപ്പോൾ ഒരുപക്ഷെ സ്റ്റേറ്റിന് പുറത്ത് തന്നെ പോയി നിങ്ങൾ എക്സാം എഴുതേണ്ടി വരും. സോ മാക്സിമം പെട്ടെന്ന് തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അവരുടെ ഹെൽപ്പ് ലൈനും അതേപോലെ ഇമെയിൽ ഐ ഡിയും ഒക്കെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അത് ത്രൂ അവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇനി ഞാൻ പറഞ്ഞ ഒരു ഓൺലൈൻ ടെസ്റ്റ് ഉണ്ട്. സോ പലർക്കും ഡൗട്ട് ഉണ്ടാവും ഈ ടെസ്റ്റിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വരിക. ഏകദേശം 4 സെക്ഷൻസിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് ബേസിക്കലി ഇവിടെ വരിക. ഒരു 120 മിനിറ്റ്സിൻ്റെ ഓൺലൈൻ ടെസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക. അതായത് ഈ ഒരു അയോൺ സെൻറ്റേഴ്സിൽ നിങ്ങൾ പോയി എഴുതേണ്ട എക്സാംസിൻ്റെ പറ്റിയാണ് ഞാൻ പറയുന്നത്. ന്യൂമറിക്കൽ എബിലിറ്റിയിൽ നിന്നുള്ള ചോദ്യങ്ങളുണ്ടാവും, വെർബൽ എബിലിറ്റിയിൽ നിന്നുള്ള ചോദ്യങ്ങളുണ്ടാവും, റീസണിങ് എബിലിറ്റിയിൽ നിന്നുള്ള ചോദ്യം ഉണ്ടാവും, അതുപോലെ കോഡിങ് അത് ഓപ്ഷണലാണ്. സോ ഇതിൻ്റെയൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മുടെ യൂട്യൂബ് വീഡിയോസിൽ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അതേപോലെ ഇതിൻ്റെ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ വെബ്സൈറ്റിൽ തന്നെ ഇതിലൂടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് സാമ്പിൾ പേപ്പർ ഒക്കെ ലഭിക്കുന്നതാണ്. സോ അതൊക്കെ ഡൗൺലോഡ് ചെയ്യുക, എല്ലാ കാര്യങ്ങളൊന്നും പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്താൽ പെട്ടെന്ന് ഈസി ആയിട്ട് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം ആയിരിക്കും ടി സി എസിന്. കാരണം ബേസിക്കലി ഒരു ഫ്രഷേഴ്സിനുള്ള ഒരു എക്സാം ആയതുകൊണ്ട് ഒരു ഇൻട്രോ ബേസിക് ലെവൽ ചോദ്യങ്ങൾ കാര്യങ്ങളായിരിക്കും ഉണ്ടാവുക. ഇതിൻ്റെ കോഴ്സസ് എലിജിബിലിറ്റി ഞാൻ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. പിന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട്, പെർസെൻറ്റേജ്. അതായത് മിനിമം 50%. 10th 12th നിങ്ങൾ ഗ്രാജുവേഷൻ ഒക്കെ മിനിമം 50% വേണമെന്ന് പറയുന്നുണ്ട്. ഇനി പലർക്കും സംശയമുള്ള ഒരു കാര്യമാണ് സപ്ലൈ ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കുമോ എന്ന്. അതിലൊരു കാര്യം അവർ പറയുന്നുണ്ട്, വൺസ് സെലക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് ഒരു സപ്ലൈയും പെൻഡിങ് ഉണ്ടാവരുത് എന്നൊരു കാര്യം കൂടി അവർ പറയുന്നുണ്ട്. സോ ഇത്രയും കാര്യമാണ് ബേസിക്കലി പറയാനുള്ളത്. 18 വയസ്സ് മുതൽ 28 വയസ്സ് വരെയുള്ള കാൻഡിഡേറ്റ്സിനൊക്കെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. സോ നല്ലൊരു അവസരമാണ്. ടി സി എസിൻ്റെ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ് വരുന്നത്. ടി സി എസിലെ ഡയറക്റ്റ് എംപ്ലോയി ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ ജോലി ലഭിക്കുന്നതാണ്. ഫ്രഷേഴ്സിനൊക്കെ സംബന്ധിച്ച് വളരെ നല്ലൊരു അവസരമാണ്. സോ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഫ്രഷേഴ്സ് ഒക്കെ ആണെങ്കിൽ നിങ്ങളുടെ കോളേജ് ഗ്രൂപ്പ്സിൽ അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ഒക്കെ ഇതുപോലുള്ള ഈ ഒരു 2025 പാസ് ഔട്ട്സ് ആവുന്ന കാൻഡിഡേറ്റ്സ് ഉണ്ടെങ്കിൽ ദയവായി അവരിലേക്ക് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഗ്രൂപ്പ്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ വീഡിയോ ഷെയർ ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഈ ഒരു വെബ്സൈറ്റ് പറഞ്ഞു കൊടുക്കുക. ഇങ്ങനെ ഒരു ജോബ് ആപ്ലിക്കേഷൻ ടി സി എസ് വിളിക്കുന്നുണ്ട്, നല്ലൊരു അവസരമാണ് എന്നെങ്കിലും അറ്റ്ലീസ്റ്റ് നിങ്ങൾ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി പറയാനുള്ള ഒരു കാര്യം, ഞാൻ പറഞ്ഞു ഓൺലൈൻ വഴിയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത്. അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ അവൈലബിൾ ആണ്. ആ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്താൽ ഇതുപോലുള്ള ഒരു വെബ് പേജ് ആണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. അവിടെ പോയി രജിസ്റ്റർ നൗ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ബാക്കി ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്യുക. നിങ്ങൾക്കൊരു ആധാർ വെരിഫിക്കേഷൻ ഉണ്ടാവും. അത് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. പലരും ഇതിന് മുന്നേ ചെയ്ത വീഡിയോസിലൊക്കെ കമൻ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു കാര്യമാണ്, ആധാർ വെരിഫിക്കേഷൻ ചെയ്യേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ആധാർ വെരിഫിക്കേഷന് നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്യുക. കാരണം അവരുടെ വെബ്സൈറ്റിൽ തന്നെ അവർ പറഞ്ഞിട്ടുണ്ട്, ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ആൻഡ് മാൻഡറ്ററി ടു അപ്ഡേറ്റ് യുവർ details correctly. Incorrect details submitted may lead to disqualification of your candidature. സോ നിങ്ങളുടെ ഡീറ്റെയിൽസ് എസ്പെഷ്യലി നിങ്ങളുടെ ഫോൺ നമ്പർ, ഇമെയിൽ ഐ ഡി ഒക്കെ കറക്റ്റ് കൊടുക്കാൻ ശ്രദ്ധിക്കുക. കാരണം ഫെർദർ അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഫോൺ നമ്പറിലേക്കും നിങ്ങളുടെ ഇമെയിൽ ഐ ഡിയിലേക്കും ഒക്കെയാണ് വരുന്നത്. സോ അത് പ്രത്യേകം കറക്റ്റ് കൊടുക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. സോ വളരെ നല്ലൊരു അവസരമാണ്. ഈ ഒരു ഇൻഫർമേഷൻ, ഈ ഒരു വേക്കൻസി അത് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു.